കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിലും ഒന്നും ഡേഞ്ചറസ് അല്ല. നമുക്ക് ഡേഞ്ചറസ് ആയി വരുന്നത് ഈ പറയുന്ന പാം ഓയിൽ പോലത്തെ നമുക്ക് വേണ്ടാത്ത ഓയിലുണ്ട്. കോക്കനട്ട് ഓയിലൊക്കെ ഗംഭീരല്ലേ, അതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ്. പക്ഷെ അത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കണം എന്നല്ല. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ അവിയൽ എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നത്, അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ആ അവിയൽ വാങ്ങി വെച്ച് കഴിഞ്ഞ് അതിന്റെ മുകളിൽ കൂടെ എണ്ണ ഒഴിക്കും. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ 1 ലിറ്റർ എണ്ണ ഒഴിച്ചു, 1 ലിറ്റർ കോക്കനട്ട് ഓയിൽ ഒഴിച്ചോളൂ. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫാറ്റ്, അത്രയും നല്ലതാണ് ഹെൽത്തിന്. അതിനെ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കണ്ടന്റ് മാറുകയും നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് വരികയും ട്രൈഗ്ലിസറൈഡ്സ് കൂടാനുള്ള സാധ്യത വരികയും കൊളസ്ട്രോൾ കൂടുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിൽ രണ്ടും നല്ലതാണ് എന്നുള്ള അഭിപ്രായമുള്ളതാണ് ഞാൻ. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഡേഞ്ചർ അല്ല എന്നുള്ള അഭിപ്രായമാണ്. അത് മലയാളിയുടെ സ്വന്തമാണ്, മലയാളിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് ഒരിക്കലും നമുക്ക് ഡേഞ്ചർ അല്ല. അത് ഉപയോഗിക്കേണ്ട രീതിയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. നിങ്ങൾ കോക്കനട്ട് ഓയിൽ കുടിച്ചാൽ പോലും പ്രശ്നം ഉണ്ടാവില്ല. ഇഫ് യു ഡ്രിങ്ക്, ചില മോഷന്റെ ഒക്കെ ഇഷ്യൂ ഉള്ളപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ വെറും അതിന് പോലും പ്രശ്നമില്ല. നാളെ നിങ്ങൾ 1.5 ലിറ്റർ കോക്കനട്ട് ഓയിൽ കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പല ഹെൽത്ത് കണ്ടീഷനിൽ അത് 1-2 സ്പൂൺ കുടിച്ചാൽ പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല.